ഇന്ന് പുറത്തു വന്ന 3 IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ അടുത്ത IPL നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് പാണ്ഡ്യയുമായി ബന്ധപ്പെട്ടതാണ്. പാണ്ഡ്യയെ T20 ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ഇന്ത്യൻ ടീം ഒഴിവാക്കി. ഇപ്പോഴത്തെ പാണ്ഡ്യയ്ക്ക് അടുത്തൊരു പണി കിട്ടിയിരിക്കുകയാണ്. പാണ്ഡ്യയുടെ IPL ക്യാപ്റ്റൻ സ്ഥാനം പോയിരിക്കുകയാണ്. മുംബൈ ടീം പാണ്ഡ്യയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം പാണ്ഡ്യ ക്യാപ്റ്റൻ ആയിരിക്കില്ല. മുംബൈ ടീമിന്റെ ക്യാപ്റ്റൻ സൂര്യകുമാർ ആയിരിക്കും. പാണ്ഡ്യയെ ഒഴിവാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ത്യൻ ടീമിലും ഇപ്പോഴിതാ IPL പാണ്ഡ്യയുടെ ക്യാപ്റ്റൻ സ്ഥാനം പോയിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. രോഹിത് ശർമ്മ മുംബൈ ടീമിൽ നിന്ന് പോവുകയാണ്. അടുത്ത IPL രോഹിത് ശർമ്മ മുംബൈ ടീമിൽ കളിക്കില്ലെന്നത് ഉറപ്പായിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം മെഗാ ഓപ്ഷനാണ്. അതിനു മുന്നോടിയായിട്ടാണ് രോഹിത് ശർമ്മയുടെ ഈ നീക്കം. രോഹിത് ശർമ്മ RCBയിലേക്ക് പോകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഡുപ്ലസി ഈ വർഷത്തോടെ വിരമിക്കുകയാണ്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം പുതിയൊരു ക്യാപ്റ്റനെ RCB ടീമിന് ആവശ്യമാണ്. ഒരു ഇന്ത്യൻ താരത്തെയാണ് RCB നോക്കുന്നത്. രോഹിത് ശർമ്മയുമായിട്ട് RCB സംസാരിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. രോഹിത് ശർമ്മയും RCBയും ഒന്നിച്ചാൽ അത് IPL ഏറ്റവും വലിയ ടീമായിരിക്കും. രോഹിത് ശർമ്മയും കോഹ്ലിയും ഒരു ടീമിൽ കളിക്കുന്നത് കാണാനാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ അടുത്ത IPL അത് നടന്നേക്കും. രോഹിത് മുംബൈ ടീമിൽ കളിക്കില്ലെന്നത് ഉറപ്പായിരിക്കുകയാണ്. ഏത് ടീമിലേക്കാണ് പോകുന്നതെന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ. അവസാനത്തെ അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജുവിനെ രാജസ്ഥാൻ ഒരുപാട് വർഷം ക്യാപ്റ്റനാക്കി. പക്ഷേ സഞ്ജുവിന് കപ്പ് നേടാൻ സാധിച്ചിട്ടില്ല. രാജസ്ഥാന്റെ മാനേജ്മെന്റ് വരെ മാറിയിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം പുതിയൊരു മാനേജ്മെന്റാണ് രാജസ്ഥാൻ ടീമിന്. രാജസ്ഥാൻ സഞ്ജുവിനെ ഒഴിവാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല CSK ടീം സഞ്ജുവിനെ ഓഫർ നൽകിയിട്ടുണ്ട്. ധോണിക്ക് ശേഷം CSK ടീമിന് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ ആവശ്യമാണ്. അതും ഇന്ത്യൻ താരം തന്നെ ആവശ്യമാണ്. എന്നാൽ മാത്രമേ പ്ലേയിങ് 11-ൽ എല്ലാ മാച്ചിലും കളിപ്പിക്കാൻ സാധിക്കൂ. ഇപ്പോഴിതാ അടുത്ത മെഗാ ഓപ്ഷനിൽ CSK ടീം സഞ്ജുവിന് വാങ്ങാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. സഞ്ജുവിന് ക്യാപ്റ്റൻ സ്ഥാനം വരെ CSK കൊടുത്തേക്കും. CSKയിലെത്തിയാൽ അത് സഞ്ജുവിന്റെ നല്ല കാലമാണ്. അപ്പോൾ ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ചെക്ക് ഔട്ട് ദ വെബ്സൈറ്റ് ഇൻ കമന്റ് സെക്ഷൻ ആൻഡ് പ്ലേ.